Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് മാത്തമാറ്റിക്കൽ റീസണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് മാത്തമാറ്റിക്കൽ റീസണിംഗ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the given options will occupy the blank space in the series? നമുക്കിവിടെ ഒരു ലെറ്റർ സീരീസ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ആ ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വരിക, ഏത് ലെറ്റേഴ്സ് ആണ് വരിക എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, സീരീസ് നോക്കാം. BDEHIJ, പിന്നെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് VWXYZ. ഇതാണ് നമുക്ക് സീരീസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് പാറ്റേൺ അവർ ഫോളോ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ബ്ലാങ്ക് സ്പേസിൽ ഏത് ലെറ്റേഴ്സ് ആണ് ആ പാറ്റേൺ അനുസരിച്ച് വരിക, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബി, ഒരേ ഒരു ലെറ്റർ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അതിനുശേഷം സി എന്ന് പറയുന്ന ഒരു ലെറ്റർ എന്താണ്, മിസ്സിംഗ് ആണ് അല്ലേ. അതിനുശേഷം പിന്നെ എന്ത് തന്നു, DE തന്നു, 2 ലെറ്റേഴ്സ് തന്നു. പിന്നെ FG എന്ന് പറയുന്നത് 2 ലെറ്റേഴ്സ് അപ്പോൾ മിസ്സിംഗ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് 3 ലെറ്റേഴ്സ് തന്നു, HIJ എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ് തന്നു. അപ്പോൾ അടുത്തത് എന്തായിരിക്കും, അടുത്ത 3 ലെറ്റേഴ്സ് മിസ്സിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ HIJ കഴിഞ്ഞാൽ KLM എന്നുള്ളത് മിസ്സിംഗ് ആയിരിക്കും. ഇനി എന്താ ഇപ്പോൾ സ്പേസിൽ വരിക, NOPQ ആയിരിക്കും ഇനി ആ സ്പേസിൽ വരിക അല്ലേ. പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത 4 ലെറ്റേഴ്സ് ആയിരിക്കും പിന്നെ മിസ്സിംഗ് ആവുക. RSTU മിസ്സിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് VWXYZ. അപ്പോൾ ഇത് തന്നെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ബ്ലാങ്ക് സ്പേസിൽ ഓപ്ഷൻ എ NOPQ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ. നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. സോ അത് സോൾവ് ചെയ്യുക, അതിന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വലിയ പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിൽ 0.12 ഇൻറ്റു 0.12 ഇൻറ്റു 0.12 പ്ലസ് 0.012 ഇൻറ്റു 0.012 ഇൻറ്റു 0.012 ഹോൾ ഡിവൈഡഡ് ബൈ 0.48 ഇൻറ്റു 0.48 ഇൻറ്റു 0.48 പ്ലസ് 0.048 ഇൻറ്റു 0.048 ഇൻറ്റു 0.048. ഓക്കെ, ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ന്യൂമറേറ്ററിൽ നമ്മൾ 12ന്റെ ക്യൂബാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഡിനോമിനേറ്ററിൽ 48ന്റെ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 12ന്റെ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 1728 എന്നാണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോയിന്റ് നോക്കിയിട്ട് പ്ലേസ് നീക്കി പോയിന്റ് ഇടുക. ഓക്കെ, ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1728ൽ എത്ര 6 പ്ലേസ് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും, 0.001728 എന്ന് വരും ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. സെക്കൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 9 പ്ലേസ് നീക്കിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് 0.00001728 എന്ന് വരും ഹോൾ ഡിവൈഡഡ് ബൈ, ഈ താഴെ നമ്മൾ 48ന്റെ ക്യൂബാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 110592 കിട്ടും നമുക്ക്. എന്നിട്ട് ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 പ്ലേസ് നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 0.110592 എന്ന് വരും. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9 പ്ലേസ് നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് 0.0001100592 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ന്യൂമറേറ്ററിൽ ആ 2 വാല്യൂസ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.001729728 എന്ന് കിട്ടും. അതുപോലെ ഡിനോമിനേറ്ററിൽ ആ 2 വാല്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് 0.1107025992 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇത് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. നമുക്ക് ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ള വാല്യൂസ് നോക്കുക. അപ്പോൾ എല്ലാ വാല്യൂസും നോക്കുമ്പോഴും നമുക്കറിയാം 1/16, 1/4, അതുപോലെ 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്, പിന്നെ 1/64 അങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 1/16 എന്നുള്ള ആൻസർ ആണോ വരിക അത് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂമറേറ്ററിനെ 16 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 16 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുകയാണെങ്കിൽ അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആണോ വരുന്നത്, 1/16 ആണോ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്റർ ആയ 0.001729728നെ 16 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ആയ 0.1107025992 കിട്ടുകയാണെങ്കിൽ അതാണ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല, അപ്പോൾ അതായിരിക്കില്ല ആൻസർ. ഇനി അടുത്തത് ബി ഓപ്ഷൻ നോക്കുക. 1/4 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെയും കിട്ടുന്നുണ്ടായിരിക്കില്ല, അപ്പോൾ അതല്ല ആൻസർ എന്ന് പറയുന്നത്. ഇനി 4 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 4 എന്തായാലും വരില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4/1 ആണ് അല്ലെ. 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്. അപ്പോൾ 4/1 എന്ന് പറഞ്ഞ ആ ഒരു ഫ്രാക്ഷൻ നോക്കുമ്പോൾ ന്യൂമറേറ്റർ ആണ് വലുത് അല്ലെ, ഡിനോമിനേറ്റർ ചെറുതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആ വാല്യൂസ് നോക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ ആണ് വലുതെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ആയിരിക്കില്ല ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് വരിക.
ഡി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിനെ 64 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ 0.11070 എന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1/64 ആണ് വരിക. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, സെയിം ആ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 0.22 ഇൻറ്റു 0.22 ഇൻറ്റു 0.22 പ്ലസ് 0.022 ഇൻറ്റു 0.022 ഇൻറ്റു 0.022 ഹോൾ ഡിവൈഡഡ് ബൈ 0.66 ഇൻറ്റു 0.66 ഇൻറ്റു 0.66 പ്ലസ് 0.066 ഇൻറ്റു 0.066 ഇൻറ്റു 0. സോ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഓരോരോ ബ്രാക്കറ്റുകളായിട്ട് ഓപ്പൺ ചെയ്ത് വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിന് വേണ്ടിയിട്ട് 22ന്റെ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഡിനോമിനേറ്ററിന് വേണ്ടിയിട്ട് 66ന്റെ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എത്രത്തോളം പോയിന്റ് ഉണ്ടോ അത് നോക്കി പ്ലേസ് നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ മുകളിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 പ്ലേസ് നീക്കിയിട്ടാണ് പോയിന്റ് ഇടേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ 22ന്റെ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10648 എന്നാണ് കിട്ടുക. 6 പ്ലേസ് നീക്കി പോയിന്റ് ഇടുന്ന സമയത്ത് 0.010648 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9 പ്ലേസ് നീക്കിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് 0.0000100648 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ 66ന്റെ ക്യൂബാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 287496 എന്നാണ് കിട്ടുക. ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 പ്ലേസ് നീക്കി പോയിന്റ് ഇടണം. രണ്ടാമത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9 പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിൽ 2 വാല്യൂസ് കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.010658648 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 2 വാല്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് 0.2877839496 എന്നും കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ. ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് എത്തണം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 2/27 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 വന്നാലല്ലേ നമുക്ക് അങ്ങനെ ഇൻഡു ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2/27 എന്നുള്ളത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 2/27 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/13.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ എന്നുള്ളത് 1 ആയല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യനിൽ ഡിവൈഡ് ചെയ്യാനുള്ള നമ്പർ, അതായത് 0.010658648നെ എന്തുകൊണ്ട് ഇൻഡു ചെയ്യുക, 13.5 കൊണ്ട് ഇൻഡു ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ ആ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. അതിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല, അതല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1/25 എടുക്കുമ്പോൾ 25 കൊണ്ട് ന്യൂമറേറ്ററിന് ഇൻഡു ചെയ്ത് നോക്കുക. അതായത് 0.10658648നെ 25 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ അതും കിട്ടുന്നുണ്ടാവില്ല. അടുത്തത് 27 കൊണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/27 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, 1/27. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അത്രയും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇപ്പോൾ ലിസ്റ്റ് 1 കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലിസ്റ്റ് 2 അതിൻ്റെ ആൻസേഴ്സ് ആണ് തന്നിട്ടുള്ളത്. പ്യുവർ മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുള്ള കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നുള്ളത് ലിസ്റ്റ് 2 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഫോർത്ത് 15.2625 ആണ് കിട്ടുക. അതുപോലെ ബി എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 1 അതായത് 0.00152625 ആണ് കിട്ടുക. അതുപോലെ സി എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് 1 അതായത് 0.0152625 കിട്ടും. അതുപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഓപ്ഷനായ 0.152625 കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. പ്യുവർ മാത്സ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 ഇതുപോലെ തന്നെ സെയിം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്യുവർ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.